ഇവിടെ മൊത്തം കാട് പിടിച്ചോ? എന്താന്നല്ലേ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. എന്തുവാ? ആ എന്നാ ചെയ്യുന്നു അതിരി? പോവാ. ഓക്കെ, അപ്പം ഞങ്ങൾ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. അതായത് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോഴത്തേക്കാണ് വീട്ടിലെത്തിയത്. അപ്പം ഞങ്ങൾ ഇവിടെ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്, ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു സർപ്രൈസിങ് വീഡിയോ കൂടി എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ വന്ന എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളിലൊക്കെ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിട്ടില്ല. പിന്നെ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അമ്മ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ച് ഒരു ചെറിയ ഉറക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം മാതാശ്രീ ചെടി നനക്കാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കൊച്ചു ചെടികളും കൊച്ചു അമ്മയുടെ കുഞ്ഞു കുഞ്ഞു പൂക്കളെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. കൂടെ ബദ്രിക്കുട്ടനും കൂടിയുണ്ട്. ബദ്രി പൈപ്പ് ഓഫ് ചെയ്യ്. ബദ്രിക്കുട്ടനും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മുന്നിൽ ഇതേപോലെ ഫുള്ള് കാടാട്ടോ. കാട് പക്ഷേ മുമ്പിലൊരു വെള്ളം പോകുന്നൊരു തോടുണ്ട്. രസമാട്ടോ ശരിക്കും. മഴക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല വെള്ളം. അപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ കളിച്ച് വളർന്നതാണ് കേട്ടോ ഇവിടെ. പിന്നെ നമ്മളെ ചക്ക മരത്തിൻ്റെ മേലെ, പ്ലാവിൻ്റെ മേലെ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു ചക്കയായിട്ടുണ്ട്. പക്ഷെ അത് വലുതായവരെ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾ അപ്പോഴത്തേക്ക് ലീവ് കഴിഞ്ഞ് പോകുന്നുള്ളത്, എന്നാലും കിട്ടുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുവാണ്. പിന്നെ തൊട്ട് മുന്നിലൊരു വീട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇച്ചിരി കാടൊക്കെ വെട്ടി തെളിച്ചിട്ടുണ്ട്. അല്ലേ, അമ്മ ഇവിടെ കിടന്ന് പൈപ്പെല്ലാം എടുത്തതാ ചെടി നനക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾക്ക് കുറേ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അതെ കണ്ടോ, ആ വലിയ വഴി നടന്നാണ് ഞങ്ങൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അതേപോലെ വിഷു ഇങ്ങ് അടുക്കാറായപ്പോഴത്തേക്ക് നമ്മൾ ദണ്ട കൊന്ന മരത്തിൽ കൊന്നപ്പൂ വന്നു തുടങ്ങി കേട്ടോ. പിന്നെ ദണ്ട ലാസ്റ്റ് കണ്ടോ, ആ റോഡ് തൊട്ട് നമുക്ക് ഇങ്ങത്തോളം ഞങ്ങളുടെ വഴിയാണ് കേട്ടോ. ഇതേ വരുന്ന വഴി ഫുള്ളമ്മ ചെടിച്ചപ്പം ഇങ്ങനെ കംപ്ലീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൂട് നല്ല ചൂടാണ് കേട്ടോ. നാട്ടിൽ നല്ല ചൂട് കൂടുതലാണ്. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ ഇത് ഇച്ചിരി വാടി തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും അമ്മ എല്ലാത്തിനും വെള്ളമായിരിക്കും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ചെടി തുടങ്ങുകയാണ് കേട്ടോ. കുറേ കുഞ്ഞു 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 ചെടികളുണ്ട്, ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടേക്ക് വന്ന് നാട്ടിലേക്ക് അമ്മ വരുമ്പോഴത്തേക്ക് ചെടിയൊക്കെ വാടിപ്പോയി. ഇതൊക്കെ അമ്മ വീണ്ടും നട്ട് പിടിപ്പിച്ചേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കണ്ടോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെടി വീടിനൊരു ഭംഗിയാണ് കേട്ടോ. അമ്മേനെ എന്ത് ഇതാണെങ്കിലും എല്ലാ ചെടിക്കും വെള്ളം ഒഴിക്കും കേട്ടോ. അത് രാവിലെയും വൈകിട്ടും. അതുകൊണ്ടാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഇതിലൊക്കെ പൂവുണ്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല സെറ്റായിട്ട് വരുവാണ്. ചെടിച്ചപ്പ് പിന്നെ നമ്മൾ ഹൈലൈറ്റ് ആണ് കേട്ടോ. പിന്നെ ചൂട് കാലത്താകുമ്പോൾ ഇതുപോലെ നല്ലോണം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിനൊരു വാട്ടം ഉണ്ടാകത്തില്ലേ. ബദ്രിക്കുട്ടനൊക്കെ ഉണ്ടോ കപ്പിൽ വെള്ളം കോരി അവനും അമ്മയുടെ പുറകെ ഒഴിക്കും. ഇതാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട്. നമ്മളെ പണ്ട് ഒരുപാടുണ്ടായിരുന്നു, പണ്ട് വെച്ചാൽ കുറച്ച് മുന്നേ. ഇപ്പോൾ വാടിപ്പോയി. പക്ഷേ ഇപ്പം വെച്ചതിൽ എനിക്കൊണ്ട് ഏറ്റവും ഭംഗി ഇതാണ് കേട്ടോ. ഇത് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് ഫുൾ പൂ വിരിഞ്ഞാണേ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അല്ലെങ്കിലും ചെടി വീടിനൊരു ഐശ്വര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അമ്മേൻ്റെ ഇതിൻ്റെ തക്കാളി കൂട്ടം വാടി 2 തക്കാളി കണ്ടോളൂ ബദ്രി. തക്കാളി കൊഴുകി. ഇതേ പച്ച, ഇത് നമ്മെ പച്ച വഴുതിനിങ്ങാണല്ലോ, പച്ച വഴുതിനിങ്ങോ. പിന്നെ അമ്മയുടെ മുളക്, കുഞ്ഞു മുളക്. ഇത് നമ്മളിതിന് ബസിപ്പൂന്ന് കേട്ടോ പറയുന്നത്. നിങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ നമ്മുടെ സ്വന്തം പനിനീർ പൂവ് കേട്ടോ. നല്ല നല്ല സ്മെല്ലാണ്. വെള്ളം ഒഴിച്ചിട്ടുണ്ടോ, നല്ല മഴത്തുള്ളി വെള്ളം വീഴുമ്പോഴത്തേക്ക് ഓഫ് പറയണ്ട. പിന്നെ ഇത് അമ്മ കണ്ടില്ലേ ഫുൾ ചെടിച്ചപ്പിൻ്റെ കാറാണ് കേട്ടോ നമുക്കിവിടെ. പക്ഷെ കട്ട് ചെയ്ത് കൊടുത്ത രസം കേട്ടോ. അമ്മ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അതിനെ ഫുള്ളും കട്ട് ചെയ്യേ. പിന്നെ നമ്മുടെ പുറകിൽ കാണുന്നത് ചിക്കും മരമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മേലെ വലിഞ്ഞ് കയറിയാണ് എൻ്റെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ പറിച്ചെടുത്ത് കഴിക്കുന്നത്. കണ്ടോ, സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും കേട്ടോ. എൻ്റെ ഫോണൊക്കെ ചെറിയ ക്ലാരിറ്റി ഉള്ളൂ കേട്ടോ, ഐഫോണൊന്നുമല്ല, അതുകൊണ്ടാണെന്നറിയില്ല. എന്നാലും കാണാമല്ലോ. ഇനി നാളെ ഇതിൻ്റെ മേലെ, ഇന്ന് വന്ന പടമായതുകൊണ്ട് നാളെ ഇതിൻ്റെ മേലെ കയറിട്ട് വേണം എനിക്ക് പറിച്ചിട്ട് പഴുപ്പിക്കാൻ വെക്കാൻ. ഇത് നമ്മളെ സൂര്യകാന്തി പൂവാണ് കേട്ടോ. നല്ല അടിപൊളി പൂവാണേ. പിന്നെ ഇത് ഫുള്ള് നമ്മളെ ഇവിടുത്തെ സിലോൺ ചീര. നിങ്ങളവിടെ എന്താ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. വറുത്ത് കഴിക്കാൻ അടിപൊളി. ഇനിയിപ്പോൾ എൻ്റെ ഡെയിലി പരിപാടി ഇതാണ്, ഇലക്കറികൾ കഴിക്കുക. നാട്ടിലെ നല്ല ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്കറി കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ മരം എന്താണെന്നറിയോ, മുട്ടപ്പഴമാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലേക്ക് ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല. മുട്ടപ്പഴത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നല്ല പ്രോട്ടീനുമാണ്, അതുപോലെ തന്നെ മധുരമില്ല. നമുക്കിപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ മുട്ടയുടെ മഞ്ഞ കരുവില്ലേ, അതുപോലെയാണ് കേട്ടോ പൊളിച്ച് കഴിഞ്ഞാൽ കിട്ടുക. അടിപൊളി സാധനമാണ്. ഇനി നാളെ തൊട്ട് ഇതേപോലെ ഞാൻ സിലോൺ ചീരി ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ചെറിയ കുഞ്ഞിച്ചീരി ആകുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ മുരിങ്ങയിലുണ്ട്, അതൊക്കെ ഇട്ട് വറുത്ത് കഴിക്കണം. പിന്നെ താണ്ട നമ്മളെ ചക്ക, ഇതിൻ്റെ മേലെ ഇഷ്ടംപോലെ ചക്കയുണ്ട് കേട്ടോ. അത് അച്ഛനെ കൊണ്ട് നാളെ കൊണ്ട് പറിപ്പിക്കണം. പിന്നെ ഇത് നമ്മളെ ചെമ്പരത്തി, താളെയൊക്കെ തേച്ചൊരു കുളിയൊക്കെ കഴിഞ്ഞതേ ഉള്ളേ. പിന്നെ ഈ സൈഡ് ഫുൾ അമ്മയുടെ വാഴത്തോട്ടമാണ് കേട്ടോ.
ഈ വാഴയ്ക്ക് വാഴ കൊലക്കോന്നറിയില്ല. അപ്പം എല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞാലും നമുക്കൊരു വാഴക്കൊല പതിവാണ് കേട്ടോ. എന്ന് വെച്ചാൽ തിന്നാൽ കിട്ടും. അത് ഭാഗ്യം പോലാണ്. ഇപ്രാവശ്യം താണ്ടാ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കിടന്ന് എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി കേട്ടോ. അതിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞ് അതിന് കൊത്താം. അപ്പം നമുക്കത് ഫുള്ളും തിന്നാൻ പറ്റും. നമ്മളെ മുരിങ്ങ മരം കേട്ടോ. മുരിങ്ങക്കായൊക്കെ ആവുന്നേ ഉള്ളൂ അല്ലേ. പിന്നെ താണ്ടാ അടുത്തത്. ഇതൊക്കെ അച്ഛൻ്റെ അമ്മേൻ്റെ കലാപരിപാടികളാണ് കേട്ടോ. പിന്നെ ഉള്ളത് കപ്പക്ക. ഇതാണ്ട. പക്ഷേ ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. ഒന്ന് പഴുത്തിട്ടുണ്ട് കപ്പക്ക. അടിപൊളി. പറിക്കാനായി. ഇത് പിന്നെ അമ്മയുടെ വിറക് സങ്കേതം കേട്ടോ. ഇത് പിന്നെ അടുത്ത് നമ്മളെ വാഴത്തോട്ടം. നമുക്ക് വാഴയില്ലാത്ത പരിപാടിയില്ല കേട്ടോ. പക്ഷേ രസമാണ്. കണ്ടില്ലേ അടുത്ത വാഴക്കൊല. ഇതിൻ്റെ കൂമ്പ് പൊട്ടിച്ച് കൂമ്പ് വാക്കണം കേട്ടോ. നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. നമ്മളിതിന് കൂമ്പ് എന്നാണ് കേട്ടോ പറയുന്നത്. അടിപൊളിയല്ലേ. കറിവേപ്പില അതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. നമ്മൾ ഈ കറിവേപ്പില നട്ടിട്ട് ഒരുപാട് നാളായി. പക്ഷേ ഇതിന് പിന്നെ അമ്മ പറിക്കും കേട്ടോ. ആവശ്യത്തിന് കണ്ടില്ലേ. ഇതിന് അങ്ങ് ഹൈറ്റ് വെക്കുന്നില്ല. ബാക്കി എല്ലാം ഇവിടെ പിടിച്ചു കിട്ടും. കറിവേപ്പിലേക്ക് മാത്രമാണ്. ഇതിവിടെ സെറ്റാകുന്നുണ്ടല്ലേ. പിന്നെ ഇത് ജാമ്പക്കയാണ് കേട്ടോ. നമ്മളെ ജാമ്പക്ക. പക്ഷെ ജാമ്പക്ക ഇപ്രാവശ്യം ഉണ്ടായില്ല. എനിക്കൊന്നും ഉണ്ടായിട്ട് കഴിഞ്ഞല്ലേ. നമ്മൾ വരുമ്പോഴത്തേക്ക് ഉണ്ടായിട്ട് അങ്ങ് തീർന്നു പോയി സാധനം. അടുത്ത കണ്ടോ നമ്മളെ നേന്ത്രപ്പഴത്തിൻ്റെ ഉണ്ടാവുന്ന കേട്ടോ. അങ്ങനെ എൻ്റെ മേക്ക് വെള്ളമടിക്കില്ല. ഒട്ടുമാവാം. ഈ ഒട്ടുമാവൊക്കെ എത്ര വേഗം പൂക്കാനാണ്. പക്ഷേ നൈസായിട്ടുണ്ടല്ലോ. തക്കാളി പറിച്ചിട്ട് കടിച്ചു തിന്നോന്ന്. കാര്യം ആശാൻ തക്കാളി കുട്ടനാണ്. തക്കാളി കുട്ടൻ. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കറ്റാർവാഴ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതലുണ്ടായ സാധനം കറ്റാർവാഴ. ഇത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനൊരു കുറവില്ല കേട്ടോ. സ്കിന്നിനും അല്ലെ അതേപോലെ തന്നെ ഹെയറിലൊക്കെ പാക്കിടാൻ അടിപൊളി സാധനമല്ലേ. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ തോട്. കണ്ടില്ലേ. ഞാൻ പിന്നെ ഒരു ദിവസം ശരിക്കുള്ള വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. തോടിൻ്റെ താഴത്തേക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ. അതെയാ. ബദ്രിക്കുട്ടന് ടൊമാറ്റർ അവൻ്റെ ഭാഷ പറയുന്നത് തക്കാളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആശാൻ അത് പറിച്ച് കഴിച്ചു. പിന്നെ ഈ പൂവിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ രാവിലെ ആകുമ്പോഴത്തേക്ക് അത് വിരിഞ്ഞു കാണാൻ നല്ല രസമാണ്. രാവിലത്തെ ഒരു വ്യൂ ഞാൻ എടുത്തു തരാവേ. നീല എക്സോറ പോലെ അമ്മ പറയുന്ന കേട്ടോ. പിന്നെ ഇതാണ്ട് ഒരു പുളിമരമുണ്ട്. 2 സൈഡിലും പുളിമരം. നീലച്ചയ്ക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പുറം കാഴ്ചകൾ. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വന്നാൽ നമുക്ക് പറഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല കേട്ടോ. ചെടികളും അതേപോലെ തന്നെ പക്ഷികളും ചെടികളൊക്കെ നനച്ച് വളർത്തുന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് സത്യം പറയാച്ചാൽ നമ്മൾ പുറത്ത് നിൽക്കുന്നവർ നാട്ടിൽ വരുമ്പം അതൊരു വല്ലാത്ത ഫീലാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫുഡ്, വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. നമ്മൾ നാട്ടിനകത്ത് റൂമിലിരിക്കുക, ആൾക്കാരോട് ഒന്നും മിണ്ടലും പറയലൊന്നുമില്ല. ചുമ്മാ വൈകുന്നേരം ജോഗിങ്ങിന് പോകുക. അതന്നെ. ഇതിപ്പോൾ നമുക്ക് ചെടിയൊക്കെ നനച്ച് ഈ ചെടികളെ നോക്കിയെടുക്കുമ്പോൾ തന്നെ അടിപൊളിയായിരിക്കില്ലേ. ശരിക്കും പറഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തില്ലല്ലോ. അപ്പം ഇതാണ് നമ്മളെ വീട്ടിലെ പുറം കാഴ്ചകൾ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അപ്പം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂടെ കൂടിക്കോ. നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ക്യാപ്ചർ ചെയ്ത് നിങ്ങളിലേക്ക് കൂടെ എത്തിക്കാം.